ഹലോ, ജിഞ്ചസ് എഫ്എമ്മിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ സുധാകരൻ്റെ അമ്മയും സംസാരിക്കുന്നതാണ്. പിന്നീട് കാണിക്കുന്നത് മദ്യപിക്കുന്ന വിക്രമിൻ്റെ കൂട്ടുകാരെയാണ്. അതിലൊരാൾ പറയുന്നുണ്ട്, വേദയുടെ വീട്ടിൽ മറ്റുള്ളവർ ഈ കല്യാണത്തിന് സമ്മതിച്ചെങ്കിലും ശ്രീകാന്ത് ഇതിന് ഒട്ടും സമ്മതിക്കില്ല എന്നും അവനാണ് വിക്രമിനെ കൊല്ലാൻ ശ്രമിച്ചതെന്നും കൂടെ ശ്രീകാന്തിൻ്റെ അമ്മായി അച്ഛനും ഉണ്ടായിരുന്നു എന്നും പറയാണ്. ഇത് കേട്ട് മറ്റുള്ളവർ ഞെട്ടുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് വേദ താൻ ആദ്യമായി വിക്രമിൻ്റെ വീട്ടിൽ വന്നതും പിന്നെ ഇതുവരെയുള്ള കാര്യങ്ങളും ഓർക്കുന്നതാണ്. കരയുന്ന വേദയുടെ അടുത്തേക്ക് ശ്രീജ വരികയും കരയുന്നതിൻ്റെ കാരണം അന്വേഷിക്കുന്നുമുണ്ട്. എന്നാൽ ഒന്നുമില്ലെന്ന് പറഞ്ഞ് വേദ ശ്രീജയെ കെട്ടിപ്പിടിച്ച് കരയാണ്. പിന്നീട് കാണിക്കുന്നത് ഒരുങ്ങിയിറങ്ങുന്ന ശങ്കരനാരായണനെ തടഞ്ഞു നിർത്തി ഓരോന്ന് പറയുന്ന ശ്രീകാന്തിനെയാണ്. ശ്രീകാന്ത് പറയുന്നുണ്ട്, അച്ഛനെ വിളിച്ചു വരുത്തി നാണം കെടുത്താനാണ് വിക്രമിൻ്റെ പ്ലാൻ എന്നും അതുകൊണ്ട് തന്നെ അതിന് പങ്കെടുക്കരുത് എന്നും. ഇത് കേട്ട ദീപ്തി പറയാണ്, താലികെട്ട് കഴിഞ്ഞ് എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം ഞങ്ങൾ അച്ഛനെ വിളിക്കാമെന്നും അതിനുശേഷം വന്നാൽ മതിയെന്നും. ശ്രീകാന്ത് പറഞ്ഞതുപോലെ എന്തെങ്കിലും നടന്നാലോ എന്ന ഭയത്തിൽ നാരായണൻ പറയാണ്, അവിടെ വന്ന് നാണം കെടാൻ എനിക്ക് വയ്യ എന്നും നിങ്ങൾ പോയി വരാനെന്നും. അങ്ങനെ അവർ അവിടെ നിന്നും പുറപ്പെടുകയാണ്. പിന്നീട് കാണിക്കുന്നത് വരുന്നവരെയൊക്കെ ക്ഷണിച്ചിരുത്തുന്ന വിനായകനെയാണ്. പിന്നീട് ഒന്നിനും താല്പര്യമില്ലാതെ ഇരിക്കുന്ന വിക്രമിനെയാണ്. തനിക്ക് കല്യാണത്തിന് താല്പര്യമില്ല എന്നും മുഹൂർത്ത സമയത്ത് താലി വലിച്ചെറിയുമെന്ന് പറയാണ് വിക്രമിൻ്റെ കൂട്ടുകാരോട്. ഇതോടുകൂടി ഇന്നത്തെ പവിത്രത്തിൻ്റെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡായിട്ട് വരുന്നവരെ ടാറ്റാ, ബൈ ബൈ.